So, പേര് പോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ ആകെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? എസ്സേസ് അല്ലേ? എസ്സേകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതായത് വേറെ ഒന്നല്ല, നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ there are different forms of essays. എസ്സേകളിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള എസ്സേകൾ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഒരുപാട് തരത്തിലാണ് എസ്സേസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? അത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും അതേപോലെ തന്നെ ഒരു എസ്സേന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നും ഇത്തരത്തിൽ ഈ 3 ടോപ്പിക്കുകളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ എളുപ്പമാണ്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, അത് കഴിഞ്ഞ് വായിച്ചു നോക്കിയാൽ കുറെ കൂടി മനസ്സിലാവും. ഓക്കെ, സോ എളുപ്പമാണ്. നിങ്ങളിപ്പോ ഒരുപാട് ഉണ്ടെന്ന് വെച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കണ്ട കേട്ടോ. സോ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു there are different forms of essays. ഒരുപാട് തരത്തിലുള്ള എസ്സേകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ? എസ്സേ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരാറുണ്ട്. ഓക്കെ, സോ അത് ഏതൊക്കെ എന്നാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ അതിനു മുൻപ് തന്നെ ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അഥവാ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയാം. അതായത് ഫാദർ ഓഫ് എസ്സേ അല്ലെ? ഹൂ ഇസ് ദ ഫാദർ ഓഫ് എസ്സേ? ആരാണ് നിങ്ങൾക്ക് അറിയാമോ? അത് മറ്റാരുമല്ല, മോണ്ടൈൻ. ആരാണ്? മോണ്ടൈൻ. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ ഫാദർ ഓഫ് എസ്സേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. എസ്സേ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് വേണം നമ്മൾ നോക്കാൻ അല്ലെ? സോ ഹൂ ഇസ് ദ ഫാദർ ഓഫ് എസ്സേ? മോണ്ടൈൻ. ഓക്കെ, ഇദ്ദേഹമാണ് നമ്മൾ ഫാദർ ഓഫ് എസ്സേ. ഓക്കെ, സോ ഫൈൻ. നമുക്കിനി ലെസണിലോട്ട് കിടക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സേസ് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഇൻഫോർമൽ എസ്സേ. ഏതാ? ഇൻഫോർമൽ എസ്സേ. ആദ്യത്തെ ഒരു എസ്സേ ആണ് ഇത്, ഇൻഫോർമൽ എസ്സേ. ഈ ഇൻഫോർമൽ എസ്സേ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നത് ചാൾസ് ലാംബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആരാണ്? ചാൾസ് ലാംബ്. അദ്ദേഹത്തിന്റെ എസ്സേസ് ഓഫ് എലിയ എന്ന് പറഞ്ഞ 1823 പബ്ലിഷ് ചെയ്ത ആ ഒരു എസ്സേയിൽ നിന്നുമാണ് ചാൾസ് ലാംബ് ഈ ഇൻഫോർമൽ എസ്സേ അഥവാ ഇൻഫോർമൽ വേ ഓഫ് എസ്സേ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഇൻഫോർമൽ എസ്സേ? അത് നമുക്ക് നോക്കാം. ഇൻഫോർമൽ എസ്സേ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ് എഴുതുന്നത്. ഇൻഫോർമൽ എസ്സേ ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ് എഴുതുന്നത്. ഈ ഫസ്റ്റ് പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് റീഡറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിക്കായിരിക്കും എപ്പോഴും ഇൻഫോർമൽ എസ്സേ നമുക്ക് എന്ത് ചെയ്യാൻ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് ആദ്യം തന്നെ നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ചാൾസ് ലാംബ് ആട്ടോ. ഓക്കെ, സോ ഇനി അടുത്ത മറ്റൊരു എസ്സേ ആണ് ഇത്, ഫോർമൽ എസ്സേ. ഏതാ? ഇൻഫോർമൽ ഉണ്ടെങ്കിൽ ഒരു ഫോർമൽ ഉണ്ട് അല്ലെ? അത്രേ ഉള്ളൂ. സോ ഫോർമൽ എസ്സേ ആണ് നമുക്ക് ഇനി അടുത്തത് കാണാനുള്ള. ഈ ഒരു എസ്സേനെ അഥവാ ഫോർമൽ എസ്സേനെ നമ്മൾ ബൊക്കാനിയൻ എസ്സേ എന്നുകൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഏതാ? ബൊക്കാനിയൻ എസ്സേ എന്നുകൂടി നമ്മൾ ഈ ഫോർമൽ എസ്സേനെ വിളിക്കാറുണ്ട്. ഈ ഒരു ഫോർമൽ എസ്സേന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് എഴുതുന്നത് ആരായിരിക്കും? ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും. ഇൻഫോർമൽ ഫസ്റ്റ് പേഴ്സൺ റീഡറിനെ ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് എഴുതുക. പക്ഷേ ഫോർമൽ എസ്സേ എന്ന് പറയുമ്പോൾ എഴുതുന്നത് ആരാ? അവിടെ ഒരു തേർഡ് പേഴ്സൺ ആട്ടോ. തേർഡ് പേഴ്സൺ എഴുതുന്ന അല്ലെങ്കിൽ അത്തരത്തിലാണ് ഈ ഫോർമൽ എസ്സേന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഈ ഫോർമൽ എസ്സേന്റെ മറ്റൊരു പേരെന്താ? ബൊക്കാനിയൻ എസ്സേ എന്നുകൂടി നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. സോ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഇൻഫോർമൽ എസ്സേ, ഫോർമൽ എസ്സേ. ഇനി വേറൊരു എസ്സേ ആണ് ഇത്, ആർഗ്യുമെന്റ്
എസ്സേ. ഏതാ? ആർഗ്യുമെന്റേറ്റീവ് എസ്സേ. ഈ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എപ്പോഴും കൃത്യമായ ഒരു പഠനത്തിന് ശേഷം എഴുതുന്ന ഒരു തരത്തിലുള്ള എസ്സേ ആണ് ഏത്? ആർഗ്യുമെന്റേറ്റീവ് എസ്സേ. ഓക്കെ, അതായത് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഭയങ്കര പെർസ്വേഡ് ചെയ്ത് എഴുതുന്ന ഒരു രീതിയാണ് ഈ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്നുള്ളത്. അതായത് എപ്പോഴും ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് എഴുതുന്നത് അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ത് ചെയ്യത്തുള്ളൂ? ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ? മറ്റൊന്നുമല്ല, അയാൾ അല്ലെങ്കിൽ അത് എഴുതിയ വ്യക്തി പഠിച്ച ആ ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ തന്റെ ചിന്താഗതിയെ ആ ആർഗ്യുമെന്റേറ്റീവ് എസ്സേയില് ഭയങ്കര എക്സ്ട്രീം ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്? പെർസ്വേഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഇത് വായിക്കുന്ന വായനക്കാരൻ അഥവാ റീഡറിന് തന്റെ ഇന്ന വിഷയത്തെ കുറിച്ചുള്ള തന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് അങ്ങനെ സ്ട്രോങ് ആയിട്ട് പെർസ്വേഡ് ചെയ്യുന്ന അല്ലെ വായനക്കാരനെ തന്റെ ചിന്താഗതിയിലേക്ക് ഹൈ ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്റെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള എസ്സേകളെയാണ് നമ്മൾ എന്ത് പറയുക? ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുക. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇത് എഴുതുന്ന വ്യക്തി ഹൈലി ഭയങ്കര പഠിച്ചിട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടും മാത്രമായിരിക്കും ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എഴുതുന്നുണ്ടാവുക. ഈ ഒരു ആർഗ്യുമെന്റേറ്റീവ് എസ്സേ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് എഴുതിയ ആളുടെ ആ ഒരു ചിന്താഗതിക്ക് ഭയങ്കര പെർസ്വേഡ് ചെയ്യുകയാണ് ഈ എഴുത്തുകാരൻ ചെയ്യുന്നത്. അപ്പൊ വായനക്കാരനെ ശക്തമായി തന്റെ ചിന്താഗതിയിലോട്ട് പെർസ്വേഡ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമുക്ക് ആർഗ്യുമെന്റേറ്റീവ് എസ്സേയിൽ കാണാനായിട്ട് സാധിക്കുക. ഇത്തരത്തിലുള്ള എസ്സേകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി വേറൊരു ടൈപ്പ് ഓഫ് എസ്സേ ഉണ്ട്, അതാണ് അനാലിറ്റിക്കൽ എസ്സേ. ഏതാ? അനാലിറ്റിക്കൽ എസ്സേ. സിമ്പിൾ ആണ്. അനാലിറ്റിക്കൽ എസ്സേ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആയിരിക്കും നമുക്ക് അനാലിറ്റിക്കൽ എസ്സേയിൽ കാണാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു നോവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിക്കോട്ടെ, അത്തരത്തിൽ ഏതൊരു കാര്യത്തെ കുറിച്ചും അനാലിറ്റിക്കൽ അനാലിസിസ് ആണ് നമുക്ക് ഈ അനാലിറ്റിക്കൽ എസ്സേയിൽ കാണാനായിട്ട് സാധിക്കുക. വിശദമായ ഡിസ്ക്രിപ്ഷൻ. ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബുക്കിനെ കുറിച്ചുള്ള വിശദമായ എഴുതുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ, അതൊക്കെയാണ് നമ്മൾ അനാലിറ്റിക്കൽ എസ്സേന്റെ അണ്ടറിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്തരത്തിലുള്ള എസ്സേകളെയാണ് അനാലിസിസ് ചെയ്യുന്ന അത്തരത്തിലുള്ള എസ്സേകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനാലിറ്റിക്കൽ എസ്സേ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഒന്ന് നോക്കാം. അതായത് അടുത്ത ഒരു ടൈപ്പ് ഓഫ് എസ്സേ ആണ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. ഏതാ? ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്താന്ന് വെച്ചാൽ പേര് പോലെ തന്നെ സിമ്പിൾ ആണ്. ഏതൊന്നിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചാവട്ടെ, അല്ലെങ്കിൽ ഒരു ഇവന്റ്, ഒരു സംഭവത്തിനെ, അല്ലെങ്കിൽ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാവട്ടെ, എന്തിനെ കുറിച്ചാണെങ്കിലും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എസ്സേകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു ഇവന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ അതിനൊക്കെ ഡിസ്ക്രിപ്ഷൻ ലെവൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എസ്സേകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി മറ്റൊന്നാണ് ഫിലോസഫിക്കൽ എസ്സേ അഥവാ റിഫ്ലക്റ്റീവ് എസ്സേ. ഓക്കെ, റിഫ്ലക്റ്റീവ് എസ്സേ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ എസ്സേ. ഓക്കെ, സോ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒന്നായിരിക്കും. അതായത് ഈ ഫിലോസഫിക്കൽ എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഡീപ്പായിട്ട് വിശകലനം ചെയ്തു പോകുന്ന ഒരു രീതിയാണ് എന്തിനുള്ളത്? ഫിലോസഫിക്കൽ എസ്സേ എന്നുള്ളത്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീപ്പായിട്ട്, അത് ആഴങ്ങളിലോട്ട് അത്രയും ആഴത്തിൽ ഇറങ്ങി ചെന്ന് അത്രയും ഇറങ്ങിയിട്ടുള്ള അത്രയും ഇതുള്ള അല്ലെ അത്രയും ഇൻഫോർമേഷൻസ് ഉള്ള അത്രയും ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള എസ്സേകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ എസ്സേ എന്ന് വിളിക്കാം. സോ ഈ ഫിലോസഫിക്കൽ എസ്സേ വായിക്കുന്ന ഒരു വായനക്കാരൻ ഒരേ വിഷയത്തിന്റെ വായിക്കുന്ന ആ വിഷയത്തിന്റെ പല ലെവലിലൂടെയും സ്വന്തമായി റിഫ്ലക്ട് ചെയ്ത് തനിക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിലോസഫിക്കൽ എസ്സേനെ റിഫ്ലക്റ്റീവ് എസ്സേ
വിളിക്കാൻ കാരണം. മനസ്സിലായല്ലോ? ഇത്രയും എസ്സേകളാണ്, ഇത്രയും ഡിഫറെന്റ് ഫോംസ് ഓഫ് എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? ഇത്രയും എസ്സേകൾ ഇത്രയും രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ്. ഏതൊക്കെയാണ്? ഫോർമൽ എസ്സേ, ഇൻഫോർമൽ എസ്സേ, ആർഗ്യുമെന്റൽ എസ്സേ ആൻഡ് അനാലിറ്റിക്കൽ എസ്സേ. പിന്നെ ഏതാ? ഡിസ്ക്രിപ്റ്റീവ് എസ്സേ, റിഫ്ലെക്റ്റീവ് ഓർ ഫിലോസഫിക്കൽ എസ്സേ. മനസ്സിലായല്ലോ? ഇത്രയും എസ്സേകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ കാണാനുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഒരു എസ്സേ റൈറ്റ്, ഒരു എസ്സേ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഒരു എസ്സേ എഴുതുമ്പോൾ ഏത് വിഷയത്തിനെ കുറിച്ചാണോ എഴുതുന്നത് അതിനാവശ്യമുള്ള ഡാറ്റ, അതേപോലെ തന്നെ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് തന്നെ ശേഖരിക്കുക എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു എസ്സേ എഴുതുമ്പോൾ അതിനെ കുറിച്ച് വിശദമായി പഠിക്കുക, അല്ലെ? ആവശ്യമുള്ള ഡാറ്റ, ആവശ്യമുള്ള മെറ്റീരിയൽ ഒക്കെ കളക്ട് ചെയ്യുക. രണ്ടാമത് നമുക്ക് നോക്കാനുള്ളത് എന്താ? അതായത് ദി സ്കോപ്പ് ഓഫ് ദി എസ്സേ. ഈ എസ്സേന്റെ സ്കോപ്പ് എന്താ നമ്മൾ നോക്കാം. അതായത് വേറൊന്നുമല്ല, അപ്പൊ ഞാൻ എഴുതുന്ന ഈ എസ്സേന് ഭാവിയിൽ അല്ലെങ്കിൽ ഉള്ള സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗപ്രദമായ എസ്സേ ആണോ, സാധ്യതകളുള്ള എസ്സേ ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഒരു എസ്സേന്റെ ടോപ്പിക്, സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിലുള്ള സബ്ജക്റ്റ് വേണം എസ്സേകൾ എഴുതാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സിലായല്ലോ? മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മാത്രമല്ല മേക്ക് ആൻ ഔട്ട്ലൈൻ. ഒരു എസ്സേ എഴുതുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഔട്ട്ലൈന് എഴുതി നോക്കണം, ഉണ്ടാക്കി നോക്കണം. അതിൽ നമ്മുടെ കീ ഫോർമാറ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടാക്കണം. മാത്രമല്ല ഈ എസ്സേകൾ എപ്പോഴും ഏത് തീമാണോ ആ ഒരു തീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം എപ്പോഴും എസ്സേകൾ എഴുതാൻ. മനസ്സിലായല്ലോ? ഇനി പിന്നീട് വരുന്ന പ്രിപ്പയർ ദി ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക? ആദ്യത്തെ ആ ഡ്രാഫ്റ്റ് റിവൈസ് ചെയ്ത് നോക്കുക, അതിനുശേഷം എഡിറ്റ് ചെയ്ത് നോക്കുക. മനസ്സിലായല്ലോ? അതിനെ തുടർന്ന് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫൈനൽ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്, ഇത്രയും സ്റ്റെപ്സുകളാണ് നമ്മൾ ഈ എസ്സേ എഴുതുമ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ പടിപ്പടി ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു എസ്സേ ക്ലിയർ ആക്കാൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ള എന്താ? സ്ട്രക്ചർ ഓഫ് എൻ എസ്സേ. ഒരു എസ്സേ എഴുതുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നാ നോക്കണം. ഇമ്പോർട്ടന്റ് അല്ലെ? ഒന്നുമില്ല, സിമ്പിൾ ആട്ടോ. 3 സ്ട്രക്ചറേ ഉള്ളൂ. അഥവാ ഈ സ്ട്രക്ചറുകൾ 3 ആയിട്ടേ തിരിച്ചിട്ടുള്ളൂ. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ. ആദ്യത്തെ തന്നെ, അതായത് എസ്സേന്റെ ആദ്യത്തെ സ്ട്രക്ചർ എന്തായിരിക്കണം? ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. രണ്ടാമത്താണ് എന്ത് വരുന്നത്? ബോഡി. എന്താ? ബോഡി. ആ ബോഡിയിലാണ് നമ്മൾ എസ്സേയിലൂടെ എസ്സേയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ആ ബോഡി എന്ന് പറഞ്ഞ ആ സ്ട്രക്ചറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എഴുതാൻ. മനസ്സിലായല്ലോ? അവസാനത്തെ മൂന്നാമത്തേതാണ് ഏത്? കൺക്ലൂഷൻ. മനസ്സിലായല്ലോ? ഇങ്ങനെ 3 തരത്തിലാണ്, അല്ലെങ്കിൽ 3 ഭാഗമായിട്ടാണ് എസ്സേന്റെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? തരംതിരിച്ചില്ല. ആദ്യത്തേതാ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തേതോ ബോഡി, അല്ലെ? മൂന്നാമത്തേതോ കൺക്ലൂഷൻ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? സോ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സേ, അല്ലെ? ഒരുപാട് ടൈപ്സ് ഓഫ് എസ്സേ പഠിച്ചു. മാത്രമല്ല ഒരു എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പഠിച്ചു, അല്ലെ? മാത്രമല്ല എസ്സേന്റെ സ്ട്രക്ചറിൽ വരുന്ന ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മറന്നുപോകും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതെന്നൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.